ടയറൊക്കെ കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ജവാന്മാരുടെ ഒക്കെ പിന്നെ ഒരു മുനീർ പുറകിലിരിക്കുന്നുണ്ട്. റേംസ് ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വാങ്ങടോ രണ്ടുപേരും വാ. ഇന്ന് ഞാനൊരു ടൂർ ഗൈഡിൻ്റെ റോളാണ് കേട്ടോ. നമ്മളെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ഗസ്റ്റ് കേട്ടോ. അത് കണ്ടിട്ടുണ്ടാവും, മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഫോട്ടോ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സലീം, പിന്നെ നമ്മൾ ഗോപ്രോ നമുക്ക് ഗിഫ്റ്റ് ചെയ്തല്ലോ, സലീമും മുനീർ, അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരെ കാണാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ 27 നമ്മുടെ സൂചിമല നമ്മൾ ഊട്ടിയിലേക്കാണ് പോണത്. മുനീർ കുന്നൂരുണ്ട്, അവനെ പോയി മീറ്റ് ചെയ്യുക, പിന്നെ ഒന്നിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ടൊന്നിങ്ങനെ കറങ്ങുക. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോടാ സോലി, സ്ഥലം ഇഷ്ടപ്പെട്ടോ? മാസ്ക് ഒന്നും എടുക്കുക, എല്ലാവരും കാണട്ടെ. എല്ലാവരും വെയിലത്ത് മുഖം കാണിക്ക്. ഹായ് എന്ന് പറ. കൈ കെട്ടിയൊക്കെ കാണിക്കടാ. ഷാറ്. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, സൊൽഹ. ഒന്ന് പരിചയപ്പെട്ടാളെ, പരിചയപ്പെടറി. ഹായ് എന്ന് പറയും. ഹായ് ശരിക്കും പറ. ഇത്രേ ഉള്ളൂ. ഹായ്ക്കൊരു സുഖം പോലെ കേട്ടോ, തണുത്തുപോയി. അപ്പോൾ നമ്മൾ 27-ൻ്റെ കാഴ്ചകൾ കണ്ടു. നമ്മളിനി ഇവരായിട്ട് നേരെ പോവാണ്, ഊട്ടിയിലേക്കാണ് കേട്ടോ. കുന്നൂർ വരയ്ക്കും പോകും ഞങ്ങൾ കയറിക്കാൻ വേണ്ടി. ലോക്കാണ് പച്ചി തുറക്കട്ടെ. എന്നാൽ ഇവിടെ കയറി. എനിക്ക് ക്യാമറയാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ടോ? വേണോ ക്യാമറ? വേണോ? ഇത് വേണ്ട, വലിയ ക്യാമറ മതി അല്ലേ? നീ സംസാരിക്കടാ, എന്തായാലും പറ. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സലീം നല്ല ഡ്രൈവിങ്ങിലാണ്. ഊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഊട്ടി കഴിഞ്ഞ് കുന്നൂരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുള്ള നമുക്ക് കുന്നൂരാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അവൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ ചെന്ന് മുനീറിനെ കൂടെ കൂട്ടിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ. ഊട്ടീൻ്റെ ഔട്ടർക്കാണ് സ്ഥലങ്ങളൊക്കെ നല്ല രസമുള്ളത്. ഊട്ടി പറഞ്ഞാൽ ഊട്ടിയിലൊന്നും കണ്ട് പാർക്കും പൂക്കളും ഇതൊക്കെ കണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. ഊട്ടീൻ്റെ ആസ്വദിക്കേണ്ട ഊട്ടീൻ്റെ പ്രകൃതിയാണ്. ടൗണ് വേസ്റ്റാണ്, ടൗണൊക്കെ വേസ്റ്റാണ് അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ നമ്മുടെ കുന്നൂരുള്ള സ്പോട്ടിലെത്തി. ഇവിടെ മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്താണ് കേട്ടോ, പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, നമുക്ക് പിന്നെ അവിടുന്ന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുനീർ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുനീറിനെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമായതിനു ശേഷം
മറ്റുള്ള കാഴ്ചകളിലേക്കൊക്കെ പോവാം. ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്, നമ്മളെ വണ്ടി കണ്ടു. ഇതേ നിൽക്കണം ഇതാണ് ആ മഹാൻ മുനീർ. അസ്സലാമു അലൈക്കും. കഷ്ടപ്പെട്ടോ? അപ്പൊ ഇതാണ് നമ്മളെ മുനീർ ഭായ്. ഞാൻ ഫോട്ടോ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവനെ കിട്ടണമെങ്കിൽ കുന്നൂരിലേക്കൊക്കെ വരണം. മിലിറ്ററി ക്യാമ്പിന്റെ അകത്തൊക്കെ വന്നാലേ ആളെ കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. സലീം പറ. സലീം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം തരികയാണ്. നമ്മളിപ്പോ വെല്ലിംഗ്ടൺ ആർമി ക്യാമ്പിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ മുനീർ ഭായിൻ്റെ അതായത് ഫാദറിൻലോ ഇവിടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇത്രയും സ്ഥലം ഈ കാണുന്ന ഈ സ്ഥലങ്ങളും ഈ ആർമി ക്യാമ്പിൻ്റെ ഉള്ളതാണ്. സെക്യൂർഡ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റിൻ്റെ കെട്ടിടങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് കരിങ്കൽ കെട്ടിടങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ആർമി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ താമസ സ്ഥലങ്ങളാണ്. ഈ കോൺക്രീറ്റ് ഇത് കരിങ്കല്ലിൽ കാണുന്നതൊക്കെ. ഈ ബിൽഡിംഗ് വന്നിട്ട് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലം മാത്രമല്ല നല്ല അടുക്കം ചിട്ടയും വൃത്തിയുള്ള ഒരു പ്രദേശമാണ്. ഒരു പൊല്യൂഷനോ നോയ്സ് പൊല്യൂഷനോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. വളരെ വൃത്തിയായിട്ടുള്ള കാണാൻ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, കഴിഞ്ഞതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നമുക്ക് ക്യാമ്പൊക്കെ ഒന്ന് കാണാം. ക്യാമ്പല്ല, ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അത്യാവശ്യം കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. അതായത് കുപ്പയോ കാര്യങ്ങളൊന്നും എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മിലിറ്ററിൻ്റെ ഒരു ചിട്ടയും അടുക്കും ചിട്ടയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊരു ഓപ്പൺ ജിമ്മാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ജിം ഉണ്ട്, നമുക്കൊന്ന് കാണാം. ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ജിമ്മാണ്. അതായത് വൈകുന്നേര സമയങ്ങളിൽ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോൾ ഇത് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് ഇവർക്കൊക്കെ വന്നിട്ട് ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലെ ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാനുള്ള വണ്ടി റെഡിയാണ്. സലീം പോവല്ലേ? അത് ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല. ഒരു ഹായ് പറയടാ. ഇനി അവരും കൂടെ ഇറങ്ങുന്നുണ്ട്, നോക്കട്ടെ. നിനക്ക് ഊട്ടി പോണോ? ഊട്ടി പോണോ? നമ്മൾ ഊട്ടിയിലാണുള്ളത്. ഡ്രീംസ് കം. ഇതാരാണെന്നറിയോ? ഇതാണ് റീംസ് വണ്ടർലാൻഡ്. പറ, പേര് പറഞ്ഞോളൂ. റീംസ് വണ്ടർലാൻഡ്. വെൽക്കം ടു റീംസ് വണ്ടർലാൻഡ്. യെസ്. പിന്നെ പറ, വേറെ വിശേഷങ്ങളൊക്കെ പറ. എനിക്ക് ചാനലുണ്ട്. സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഓക്കെ. അതായത് ഇവൾക്കൊരു ചാനലുണ്ട് കേട്ടോ. ഇവളെ ഒരു ചാനലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുകയാണെങ്കിൽ റീംസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ മെയിൻ കഥാപാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊന്ന് കയറി നോക്കണം കേട്ടോ. റീംസ് വണ്ടർലാൻഡ്. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ പാർക്കിൽ ഇവിടെ ഒക്കെ പോകുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്ത ഒരു വീഡിയോ ആയിട്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. സലീം അവിടെ ഉണ്ട്. 2 വണ്ടിയിലായിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ മുനീറിൻ്റെ ഫാദറിൻലോ, ഇദ്ദേഹമാണ് ഇവിടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസിലുള്ള ആളാണ്. പുള്ളിയുടെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ നിന്നത്. ഇതാണ് പിന്നെ നിങ്ങൾ പേര് എന്ന് പറഞ്ഞത്? ഹനീഫ. നമ്മളെ ഗൂഡല്ലൂരുകാരനാണ് കേട്ടോ. ഗൂഡല്ലൂർ കോഴിപ്പാലത്താണ്. ഇവിടെ വന്ന് സെറ്റിലായിട്ട് 24 വർഷമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ ഈ ക്യാമ്പിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പുറപ്പെട്ടാലോ? പോകാമല്ലോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ, നമ്മൾ പുറപ്പെട്ട് പോവാണ്. മുനീർ പുറകിലിരിക്കുന്നുണ്ട്. റീംസ് ഹായ്. ഫാമിലി, മുനീർ ഫാമിലിയാണ് ബാക്കിലുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തില്ലേ.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിനുള്ള എന്താ സ്പോട്ടിലേക്ക് പോകണമെന്ന് നോക്കാം. അപ്പോൾ സ്പോട്ട് പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സെലീമ തന്നെയല്ലേ ബാക്കിൽ പോണത്? ഫസ്റ്റ് ഡോൾഫിനോസ്, അതാണ് കുറച്ച് ദൂരെ. ഡോൾഫിനോസ് കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ? ഡോൾഫിനോസ് കുറച്ച് ഡിസ്റ്റൻസ് ആണ്. അപ്പം ആദ്യം അവിടെ പോന്നു, പിന്നെ ലാംസ് റോക്ക് അല്ലേ? അപ്പോൾ ഈ 2 സ്ഥലം നമ്മൾ ഇപ്പോൾ പോകും. കാരണം ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് പിന്നെ ഈ ലൈറ്റ് ഫെല്ലറാകുന്നതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് വന്നിട്ട് പിന്നെ അവിടെ അതിന് മുമ്പ് നമ്മൾ പോയിട്ട് വരാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൈ ഗോൾഡ് ജ്വല്ലറി. 916 സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് ശ്രദ്ധ നേടിയതും ലളിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിലും ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ജനശ്രദ്ധ നേടിയതുമായ സ്ഥാപനം. ഇത് ഈ സ്ഥലം പിന്നെ MRC, അതായത് മദ്രാസ് റെജിമെന്റൽ സെന്റർ എന്ന് പറയുന്നത്. ഇത് പട്ടാളക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പോട്ടാണത്. ഇപ്പൊ ഇവിടെ ഉള്ള ബിൽഡിംഗ് ഒക്കെ അത് ബന്ധപ്പെട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും അല്ലേ? എല്ലാം നമ്മള് വേറെ വഴിക്കാണ് പോണത്. ഞാൻ വന്നത് ഓക്കെ. നമ്മള് ഇതിന്റെ അകത്ത് വേറൊരു ഭാഗത്തേക്ക് കൂടെ നമ്മൾ പോണത്. റെജിമെന്റൽ സെന്ററിന്റെ എൻട്രൻസ് ആണുള്ളത്. ഇതാണ് മെയിൻ എൻട്രൻസ്, മെയിൻ ഗേറ്റ്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലില് എല്ലാ സ്ഥലത്തു നിന്നുള്ള ട്രെയിനിങ്ങിന് ഇതാണ് റെജിമെന്റ് സെന്ററിന്റെ ഒരു പ്രധാന കെട്ടിടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും, അതായത് ഈ മിലിറ്ററി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്റ്റഡീസോ സെമിനാർസ്, ഇന്ത്യൻ ആർമിയുടെ മെയിൻ സെന്ററാണ് കേട്ടോ അത്. ഇപ്പോൾ ഇവിടെ ആയിരിക്കും എല്ലാവരും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിന്റെ ഒരു ക്യാമ്പസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ മ്യൂസിയം ഉണ്ടോ? റൈറ്റ് സൈഡിൽ താഴെ കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ്. ഈ ആർമി സംബന്ധമായിട്ടുള്ള ഇതായിരിക്കും അല്ലേ? ആർമി സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു മ്യൂസിയം ആണ്. ഇത് പുറത്ത് പബ്ലിക്കിന് അലൗഡ് ചെയ്യോ കാണാൻ? പബ്ലിക്കൊക്കെ അലൗഡ് ചെയ്യാനാണ്. ഇപ്പോൾ ഈ കോവിഡിന്റെ പ്രിക്കോഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് അവിടെ അലൗഡ് ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ ഈ പൈൻ മരങ്ങൾ തന്നെയല്ലേ കൂടുതൽ. നാച്ചുറായിട്ട് തന്നെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. ക്യാമ്പസിൽ കുറെ ജിപ്സി വണ്ടികളുണ്ട് അല്ലേ? ആദ്യമായിട്ട് ജിപ്സി യൂസ് ചെയ്യുന്നത്. ഹിൽസിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ഹിൽസിലല്ല, അതാണ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട് ഇവിടെ. ഈ ഡിഫൻസിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഈ സ്ഥലം ഇതിൻ്റെ ഒരു ക്യാമ്പസിൻ്റെ ആകമുണ്ടല്ലോ, വളരെ നീറ്റാണ്. വെല്ലിംഗ്ടൺ മെമ്മോറിയലോ, ഇതെന്താണ് ഗാലറി പോലെ? മെമ്മോറിയലാണിത്. നമുക്ക് ഇന്ത്യ പാകിസ്ഥാനിലെ വാറിൽ മരിച്ചവരുടെ പേരാണ് 1965 വാറിൽ. അതല്ലേ ആ സ്തൂപത്തിന്റെ അടിയിൽ ഇതാക്കി വെച്ചിട്ടുള്ളല്ലേ? നമുക്കിവിടെ ഇറങ്ങി കാണാൻ പറ്റുമോ? ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ. നമ്മുടെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് എന്ന് പറയുന്നത് അവിടെയാണുള്ളത്. ഈ നടുക്കുള്ള ഒരു സ്തൂപം കാണുന്നുണ്ടല്ലോ, ഈ സ്തൂപം നമ്മളെ കഴിഞ്ഞ ഇപ്പോൾ 1965 മുതലൊക്കെ ഉള്ള ഇന്ത്യ പാക് യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മിലിറ്ററി ജവാന്മാരുടെ പേരുകളൊക്കെ ആ സ്തൂപത്തിൻ്റെ അടിയിൽ കാണാൻ പറ്റും. ഇവിടെ കൂടുതൽ നേരം നമുക്ക് നിന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല കേട്ടോ. ഡ്രീംസ്, സേ ഹായ്. Say something to your audience. Nothing to say? Ask them to subscribe your channel. Yeah, but I don't have subscribers. You don't have? Don't worry. Only 117 107. No. Don't worry. I also started from 1 subscriber. Now I reached about just 5K, but it's more than enough. അപ്പോൾ ഈ സ്ഥലം ഇത് വെറുതെ ഒരു ഗാലറി മതിയാ. ഇവിടെ എപ്പോഴും എന്താ പറയുക, ഈ August 15 അങ്ങനെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അതെല്ലാം ചെയ്യുന്നത്.
വലിയ വലിയ ഓഫീസേഴ്സൊക്കെ ഇവിടെ വരും. അതിനാണ് അവരെല്ലാം ഇവിടെ വാച്ച് ചെയ്യും. ഗാർഡ് ഓഫ് ഓണർ അതന്നെ. ഇപ്പോൾ നമ്മൾ August 15th അങ്ങനത്തെ സമയത്ത് ഇപ്പം നമ്മളെ ഈ ഫ്ലാഗിങ് സെരിമണി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് ഇവിടെ ആർമീൻ്റെ പല പരിപാടികളും നടത്താറുണ്ട് കേട്ടോ. ഈ സല്യൂട്ട് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വേണ്ടി പല VIP-കളും ഇവിടെ വരാറുണ്ട്. അവരൊക്കെ ഇവിടെ ആയിരിക്കും സീറ്റിംഗ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ മിനിസ്റ്റേഴ്സ്, ഡിഫൻസ് മിനിസ്റ്ററോ ആരെങ്കിലും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരിവിടെ ഉണ്ടാവും. ഇവിടെ നിന്നിട്ട് പിന്നെ ശരി സ്ഥലം പൊളിയല്ലേ. അപ്പോൾ ഇതുണ്ട്, നമ്മൾ മൂപ്പര് പോയി പെർമിഷൻ മേടിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പറ്റുന്നിടത്തോളം, അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ചെടുക്കാം. അവിടെ കിടക്കാം അല്ലേ. ഇതിൽ നേവീൻ്റെ ഇവിടെ ഒരു ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ടോ, നേവീൻ്റെ ഒരു പിന്നെ ഇതാണ് കേട്ടോ ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഡിഫൻസ് സ്റ്റാഫ് കോളേജാണ്. ഇതാണ് സൂപ്പ് കേട്ടോ. ഇറ്റ്സ് ഗ്ലോറി ടു ഡൈ ഡൂയിങ് ഓൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ജവാന്മാരുടെയൊക്കെ പിന്നെ ഒരു മെമ്മോറിയലാണ് ഈ കാണുന്നത്. ഒരു ഇവിടെ ഫ്ലൈറ്റ് നിൽക്കണുണ്ടോ, ഒരു പ്രതീകാത്മകമായി നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ മുനമ്പ് ഭയങ്കര ഷാർപ്പാണല്ലോ അല്ലേ. അതുകൊണ്ട് ഇവിടെയൊക്കെ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ മുനീറിൻ്റെ ഫാദർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ വലിയ ടെൻഷനില്ല. കാരണം ഇത് ഹൈലി സെക്യൂർഡ് ഏരിയ ആണ്. എന്നാലും നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ സ്റ്റാഫ് കോളേജിൻ്റെ ഒരു ഉള്ളിലേക്ക്, ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ പുറത്തുനിന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു ഒരു റൗണ്ടാന ജംഗ്ഷൻ പോലത്തെ ഒരു സംഭവം സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അവരെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി അങ്ങ് പോവാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുള്ള സ്റ്റാഫിൻ്റെ ട്രാൻസ്പോർട്ടിങ് സെക്ഷനാണ് ആ കാണുന്ന മുമ്പിലേക്ക് പോണ ആ റോഡ്. ആ റോഡിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ജിപ്സി ജീപ്പുകളായിരിക്കും കേട്ടോ. ഇപ്പോൾ മിലിറ്ററീസിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ കൂടുതൽ ജിപ്സി ജീപ്പുകൾ നമുക്ക് ക്യാമ്പസിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഈ സ്റ്റാഫ് ക്യാൻറ്റീൻ കെട്ടിടം നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ മുന്നിലുണ്ട് ഒരാൾ നിൽക്കുന്ന ട്രാഫിക് വഴി തിരിച്ചുവിടാൻ. അദ്ദേഹം പഴയ ഒരു സ്റ്റൈലിലാണ്. പിന്നെ തോക്കേന്തിയ ജവാന്മാരും ഇവിടെ ഉണ്ട്. ഇറ്റ്സ് ഹൈലി സെക്യൂർഡ് ഏരിയ ആയതുകൊണ്ട് അതിൻ്റെതായൊരു പിന്നെ നിൽക്കണ്ടാവും. ഇതാണ്ടോ ടാങ്കോ, എന്താ ഇതിന് പറയാ, ടാങ്കറാ. ഈ ഒരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ടയറൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ അപ്പുറത്ത് ബീരങ്കിയും അതുപോലത്തെ ടാങ്കർ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മിലിറ്ററിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇന്ത്യയിലുള്ള എല്ലാ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ നിരന്തരം സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ പോസ്റ്റ് ഉണ്ടോ, നല്ല ഉയരത്തിലാണ്. നമ്മളെ ദേശീയ പതാക അതിൻ്റെ മുകളിലുണ്ടാവും. പിന്നെ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ. അത് നമ്മളെ പോലെ എന്തൊരു ഫംഗ്ഷന് മാത്രം കുറച്ച് സമയം മാത്രം പിന്നെ കൊടി ഉയർത്തിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇറക്കി വെക്കുന്ന ഒരു സീനല്ല. ഇവിടെ ഫുൾ ടൈം വന്നിട്ട് ഈ കൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അവിടെ പ്രത്യേകത? ഡോൾഫിന്റെ മാതിരി എന്തെങ്കിലും അതേപോലെ ഡോൾഫിന്റെ ഷേപ്പാണ്, ഡോൾഫിന്റെ ഷേപ്പില്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അതിന്റെ ഗോൾഫ് ക്ലബ്ബ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം അവിടെ പോകും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ വ്യൂ പോയിന്റ് പോകുന്നതിന് മുമ്പ് ഒരു ഗോൾഫ് ക്ലബ്ബ് ഉണ്ട് കേട്ടോ അവിടെ. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം.
ജിംഖാന ക്ലബ് അല്ലേ? ഓക്കെ ഓക്കെ. ജിംഖാന തൃശ്ശൂരിൽ കേട്ടിട്ടുണ്ട് ഫുട്ബോൾ ടീമിന്റെ അതിന്റെ പേരിലൊരു ക്ലബ്ബ്. ആ ഓക്കെ.